അപ്പോൾ ഇതാ അക്വേറിയമൊക്കെ ക്ലീൻ ആക്കി, അതുപോലെ തന്നെ അതിൻ്റെ ലീക്കേജ് കാര്യങ്ങളൊക്കെ ഞാൻ അടച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മൊത്തത്തിൽ വീഡിയോയിൽ കാണിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട വെച്ചിട്ടാണ്. ഇനി ഇതാ നമ്മുടെ സ്വിമ്മിംഗ് പൂളിലൊക്കെ അടിക്കുന്ന ഈ ഒരു പെയിൻറ്റ്, അതാണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത് കേട്ടോ. ഈ കളർ എന്താണ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മളെ പെയിൻറ്റിങ്ങും കഴിഞ്ഞിട്ടോ. അങ്ങനെ നമ്മൾ കളർ കൊടുത്തതിൻ്റെ 2 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള കാഴ്ചയായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ള് വെള്ളം നിർത്തിയിട്ടുണ്ട്, ലീക്കേജ് ഒന്നുമില്ല. അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ നമ്മളതിൻ്റെ ഇടയിൽ ഈ ഒരു കട്ട ഇതുപോലെ നമ്മളൊരു ഫ്രെയിം വെച്ചിട്ട് നമ്മൾ ഇതുപോലൊരു നടപ്പാത പോലെ രീതിയിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ വീഡിയോയിൽ ഒരുപാട് ലെങ്ത്താവും വിചാരിച്ചിട്ടാണ് മൊത്തത്തിൽ കാണിക്കാത്തത്. അപ്പോൾ ഇതുപോലെ ഫ്രെയിം അടിച്ചിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തുണ്ടാക്കിയതാണ് ഈ ഒരു ഏരിയ. അതുപോലെ തന്നെ നമ്മുടെ അക്വേറിയത്തിൽ ഒരു 3-4 ദിവസം നമ്മളിങ്ങനെ ഈ ഇലകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ അതിലുള്ള ഫംഗസും കാര്യങ്ങളൊക്കെ പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ മീനിടുമ്പോൾ അതൊന്നും ബാധിക്കരുതല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം മൊത്തം ക്ലീൻ ആക്കി എടുക്കട്ടോ, ഫുള്ള് ഒഴിവാക്കിയെടുത്ത്. അതുപോലെ തന്നെ നമുക്ക് ഇനി പുതിയ വെള്ളം ഇതിലേക്ക് നിറക്കാം. അപ്പം ഇത് റിസു എൻ്റെ സ്വിമ്മിംഗ് പൂളാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം അതിൽ കളിച്ചിരിക്കുക കേട്ടോ. അപ്പം ലാമിക്കും ഒരു ആഗ്രഹം അവൻ്റെ ഒപ്പം കളിക്കണം. അപ്പം ലാമിയും പിന്നെ ഐസിയും എല്ലാവരും കൂടി അതിൽ കുറച്ച് നേരം കളിച്ചിരുന്നു കേട്ടോ.